ഹേ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വേരിയബിൾസ് എന്ന കോൺസെപ്റ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം വേരിയബിൾസ് എന്ന കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൻ്റെ അകത്ത് എന്തെല്ലാം എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുമെന്ന് നോക്കാം. ക്ലാസ്സിൻ്റെ അകത്ത് വേരിയബിൾസ് ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും, കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവും, ഇൻസ്റ്റൻസ് ബ്ലോക്സ് ഉണ്ടാവും, സ്റ്റാറ്റിക് ബ്ലോക്സ്. ഈ 5 എലമെൻറ്റ്സ് ആണ് ക്ലാസ്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എലമെൻറ്റ് അതായത് വേരിയബിൾസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേരിയബിൾ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ വേരിയബിൾ നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇൻറ്റ് ഏജ് ഈസ് ഈക്വൽ ടു 10. അപ്പം ഇതിനകത്ത് ഏജ് എന്ന് പറയുന്നതാണ് വേരിയബിൾ. അപ്പോൾ വേരിയബിൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ നെയിം ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ നമ്മുടെ മെമ്മറി ലൊക്കേഷൻ എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വാല്യൂ ആണ് 10. ഈ മെമ്മറി ലൊക്കേഷൻ്റെ പേരാണ് ഏജ്. ഓക്കെ, അപ്പം ഈ ഒരു വേരിയബിളിനകത്തുള്ള വാല്യൂ ഈ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ ദ വാല്യൂ ക്യാൻ ബി ചേഞ്ച്ഡ് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, ഈ വേരിയബിളിൻ്റെ കൂടെ നമ്മൾ ഒരു ഡേറ്റ ടൈപ്പും കൂടെ മെൻഷൻ ചെയ്യും. ഇപ്പോൾ സ്ട്രിങ് എസ് ഈക്വൽ ടു ജാവ, അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഡേറ്റ ടൈപ്പും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഡേറ്റ ടൈപ്പ് നമുക്ക് അറിയാം പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ഉണ്ട്, നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ഉള്ളതിനാണ് നമ്മൾ പ്രിമിറ്റീവ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പം ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് വാല്യൂ റെപ്രസെൻറ്റഡ് ബൈ ദ വേരിയബിൾസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ്. അപ്പോൾ അതിലൊന്നാണ് പ്രിമിറ്റീവ് വേരിയബിൾസ്. രണ്ടാമത്തതാണ് റെഫറൻസ് വേരിയബിൾസ്. ഓക്കെ, ദ യൂസ് ടു റെപ്രസെൻറ്റ് ഒബ്ജക്ട്സിനെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ റെഫറൻസ് വേരിയബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് പ്രിമിറ്റീവ് വേരിയബിൾസ്, പ്രിമിറ്റീവ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ പ്രിമിറ്റീവ് വേരിയബിൾസ്. അപ്പം ഈ ഒരു എക്സാമ്പിൾ, അതായത് ഏജിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്, അപ്പോൾ ഇൻഡ് എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ 10 എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ കാണിച്ചത്. അപ്പോൾ ഏജ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെമ്മറി ലൊക്കേഷൻ്റെ പേര്. ഇനിയിപ്പം റെഫറൻസ്, ഇപ്പോൾ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് വാല്യൂ റെപ്രസെൻറ്റഡ് ബൈ ദ വേരിയബിൾ ഞാൻ പറഞ്ഞ പോലെ പ്രിമിറ്റീവ് വേരിയബിൾസ് ഉണ്ട്, റെഫറൻസ് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒബ്ജക്റ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. അതേപോലെ എംപ്ലോയി, സ്റ്റുഡൻറ്റ് ക്ലാസ്, അങ്ങനെ പലതരത്തിലുള്ള ഒബ്ജക്റ്റ് ആണ്. ജാവയുടെ കോറായിട്ടുള്ള സംഭവം തന്നെ ഒബ്ജക്ട്സ് ആണല്ലോ. അപ്പോൾ സപ്പോസ് ഇപ്പോൾ സ്ട്രിങ് എസ് ഈക്വൽ ടു ജാവ എന്നുള്ളതാണെങ്കിൽ ഇതൊരു റെഫറൻസ് വേരിയബിളാണ്. റെഫറൻസ് വേരിയബിളിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ സ്ട്രിങ് എസ് ആണെങ്കിൽ എസിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ, അതായത് എസിൻ്റെ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതൊരു അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, ഈ അഡ്രസ്സിൻ്റെ അകത്തുള്ള വാല്യൂ ആണ് എന്ത്? ജാവ പ്രോഗ്രാമിംഗ്. അപ്പോൾ അതിനാണ് നമ്മൾ റെഫറൻസ് എന്ന് പറയുന്നത്. എസിൻ്റെ അകത്തൊരു അഡ്രസ്സാണ്, ആ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ് നമ്മുടെ ജാവ പ്രോഗ്രാമിംഗ്. അതിനെയാണ് നമ്മൾ റെഫറൻസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ബേസിക്സ് പഠിക്കാം. വേരിയബിൾസിൻ്റെ ഇൻഡെപ്റ്റ് പോകുന്നതിന് മുന്നേ ജാവയുടെ അകത്ത് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇൻസ്റ്റൻസ് ഏരിയ ആൻഡ് സ്റ്റാറ്റിക് ഏരിയാസ് ഇൻ ജാവ. അപ്പം വേരിയബിൾസിൻ്റെ വേറെയും ടൈപ്സ് ഉണ്ട്, അതായത് ലോക്കൽ വേരിയബിൾ, ഇൻസ്റ്റൻസ് വേരിയബിൾ, സ്റ്റാറ്റിക് വേരിയബിൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കോൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ ഞാൻ ഇതൊന്ന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ 2 ടൈപ്പ് ഏരിയാസ് ഉണ്ട് ജാവയുടെ അകത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്കൊരു മെത്തേഡ് ഉണ്ട് void m1 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ മെത്തേഡ് ഒന്നും നമ്മളിവിടെ ഒന്നും ഒരു മോഡിഫയറും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു ഏരിയനെ പറയുന്നതാണ് ഇൻസ്റ്റൻസ് ഏരിയ. ഓക്കെ, ഇനിയിപ്പം നമ്മളിവിടെ സ്റ്റാറ്റിക് എന്നുള്ള മോഡിഫയർ യൂസ് ചെയ്യാണ്. അപ്പം ആ മെത്തേഡ് ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ആണെങ്കിൽ ആ ഏരിയനെ പറയുന്നതാണ് സ്റ്റാറ്റിക് ഏരിയ. അപ്പോൾ ഈ 2 സംഭവങ്ങളാണ്. ഇൻസ്റ്റൻസ് ഏരിയയും ഉണ്ടാവും, സ്റ്റാറ്റിക് ഏരിയാസും ഉണ്ടാവും. അപ്പം ഈ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ 3 ടൈപ്പ് ഓഫ് വേരിയബിൾ ബേസ്ഡ് ഓൺ ദ പർപ്പസ് ആൻഡ് പൊസിഷൻ ഓഫ് ഡിക്ലറേഷൻ. വേരിയബിൾസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 3 ടൈപ്സ്: ലോക്കൽ വേരിയബിൾ, ഇൻസ്റ്റൻസ് വേരിയബിൾ ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾസ്. അപ്പം ഈ കോൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലെ കാര്യങ്ങൾ പറയാം. അപ്പം നമ്മുടെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഓർ ഇൻസ്റ്റൻസ് മെത്തേഡ്, ഓക്കെ, ഇത് നമ്മൾ ഇൻസ്റ്റൻസ് ഏരിയയിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതേ ഇൻസ്റ്റൻസ് വേരിയബിളും ഇൻസ്റ്റൻസ് മെത്തേഡും നമ്മൾ ഒരു സ്റ്റാറ്റിക് ഏരിയയിലാണ് നമ്മൾ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആക്സസ് പറ്റില്ല, നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ ഈ കോൺസെപ്റ്റ് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടാൽ മതി, പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾസും
സ്റ്റാറ്റിക് മെത്തേഡ്സ്, സ്റ്റാറ്റിക് വേരിയബിൾസ് മെയിനായിട്ട്. അപ്പം ഇത് നമ്മൾ ഇൻസ്റ്റൻസ് ഏരിയയിലേക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ ഇതും ഡയറക്റ്റ്ലി പോസിബിൾ ആണ്. അതേപോലെ സ്റ്റാറ്റിക് വേരിയബിൾസും സ്റ്റാറ്റിക് മെത്തേഡും സ്റ്റാറ്റിക് ഏരിയയിൽ ഇതും ഡയറക്റ്റ്ലി പോസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഡയറക്റ്റ്ലി പോസിബിൾ അല്ലാത്തത്, അതായത് ഐ എസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആ മെത്തേഡ് നമ്മൾ സ്റ്റാറ്റിക് ഏരിയയിൽ കോൾ ചെയ്യുമ്പം അത് ഡയറക്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ജാവയുടെ അകത്തുള്ള ഒരു കോർ കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേരിയബിൾസിലേക്ക് കടക്കാം. ഇനി ബേസ്ഡ് ഓൺ ദ പേർപ്പസ് ആൻഡ് പൊസിഷൻ ഓഫ് ഡിക്ലറേഷൻ വേരിയബിൾസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 3 ടൈപ്സ്. അപ്പോൾ അതിലൊന്നാണ് ലോക്കൽ വേരിയബിൾ, ഇൻസ്റ്റൻസ് വേരിയബിൾ ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾ. ഓക്കെ, അതിൻ്റെ ഡിക്ലറേഷനും ആക്സസും സ്കോപ്പും കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ വേരിയബിൾസ് ദാറ്റ് ആർ ഡിക്ലെയർഡ് ഇൻസൈഡ് മെത്തേഡ്സ്, കൺസ്ട്രക്ടർ ഓർ ബ്ലോക്സ്, ദേ ആർ കോൾഡ് ആസ് ലോക്കൽ വേരിയബിൾ. അതുകൊണ്ട് തന്നെ ദേ ആർ ഓൺലി ആക്സസിബിൾ ഇൻസൈഡ് മെത്തേഡ്, കോഡ് ഓർ ബ്ലോക്ക് വേർ ഇറ്റ് ഈസ് ഡിക്ലെയർഡ്. അപ്പോൾ വോയിഡ് M1 എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇൻറ്റ് ഐ, ഇവിടെ നമ്മൾ ഒരു ഇൻറ്റ് ഐ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഈ മെത്തേഡിൻ്റെ അകത്ത് മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ SOP കൊടുത്തിട്ട് ഐ പ്രിൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്കോപ്പ് സെയിം ആസ് മെത്തേഡ് ഓർ ബ്ലോക്ക്. അപ്പോൾ അതിൻ്റെ ആക്സസും നമുക്ക് മെത്തേഡിനകത്തേ പറ്റുള്ളൂ. അതേപോലെ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് മെത്തേഡ് ഓർ ബ്ലോക്ക്, അതായത് മെമ്മറി ഈസ് അലോക്കേറ്റഡ് വെൻ ദ മെത്തേഡ് ഓർ ദ ബ്ലോക്ക് ഇസ് ക്രിയേറ്റഡ് ആൻഡ് വെൻ ദ മെത്തേഡ് ഓർ ബ്ലോക്ക് ഇസ് ഫിനിഷ്ഡ് എക്സിക്യൂട്ടിംഗ് ദ ലോക്കൽ വേരിയബിൾസ് ആർ ഡെസ്ട്രോയിഡ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ലോക്കൽ വേരിയബിൾസ്. ഇനി അടുത്തതാണ് ഇൻസ്റ്റൻസ് വേരിയബിൾസ്. ഓക്കെ, ഇൻസ്റ്റൻസ് വേരിയബിൾ ദേ ആർ ഡിക്ലൈർഡ് ഇൻസൈഡ് ദ ക്ലാസ് ബട്ട് ഔട്ട്സൈഡ് ദ മെത്തേഡ് ക്ലാസ് ഓർ ബ്ലോക്ക്. ഓക്കെ, ക്ലാസ്സിൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പം നമുക്ക് ടെസ്റ്റ് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഈ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മെത്തേഡ്, അതായത് വോയിഡ് M1 എന്നുള്ള പറഞ്ഞ മെത്തേഡോ അതിൽ ഏതെങ്കിലും കൺസ്ട്രക്ടറോ അതിൻ്റെ പുറത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ഇതിനെ പറയുന്നതാണ് ഇൻസ്റ്റൻസ് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻസ് വേരിയബിൾസ് പറഞ്ഞാൽ ഇത് ആക്സസിബിൾ ത്രൂ ഔട്ട് ദ ക്ലാസ്. ഈ ക്ലാസ്സിൻ്റെ അകത്തുള്ള എല്ലാത്തിനും അത് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിനകത്ത് എന്തൊക്കെയുണ്ട്? മെത്തേഡ്സ് ഉണ്ട്, കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്, ഇൻസ്റ്റൻസ് ബ്ലോക്സ് ഉണ്ട്, സ്റ്റാറ്റിക് ബ്ലോക്സ് ഉണ്ട് അല്ലേ? അപ്പം ഇതിനെല്ലാം നമുക്ക് ആ വേരിയബിൾ, ഈ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഇതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ്സിൻ്റെ ത്രൂ ഔട്ട് നമുക്ക് ഈ ഇൻസ്റ്റൻസ് വേരിയബിൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സ്കോപ്പ് എന്താണെന്ന് നോക്കാം. സ്കോപ്പ് ഇസ് സെയിം ആസ് ഒബ്ജക്റ്റ്. ഓക്കെ, നമ്മളിപ്പം ഈ ഒരു ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്താണ് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്കോപ്പ് ഇസ് സെയിം ആസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആർ ക്രിയേറ്റഡ് വെൻ ദ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് ഇസ് ക്രിയേറ്റഡ്. അപ്പോൾ നമ്മൾ പുറത്തിപ്പം വിളിക്കുവാണ് ടെസ്റ്റ് T1 ഇസ് ഈക്വൽ ടു ന്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. T1.x എന്ന് പറയുന്നത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് മെമ്മറിയിൽ ഇല്ലടത്തോളം സമയം ഈ ഒരു T1.x ഉണ്ട്. ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ആവുന്ന സമയത്ത് T1.xും ഡിസ്ട്രോയ് ആവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻസ് വേരിയബിൾ ക്യാൻ ബി ആക്സസ്ഡ് ഡയറക്ട്ലി ബൈ കാളിംഗ് ദ വേരിയബിൾ നെയിം ഇൻസൈഡ് ദ ക്ലാസ്. ഓക്കെ, നമ്മൾ നേരത്തെ പോലെ ഇൻസ്റ്റൻസ് വേരിയബിൾ ഓർ ഇൻസ്റ്റൻസ് മെത്തേഡ്, നമ്മളിപ്പോൾ ഇൻസ്റ്റൻസ് ഏരിയയിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് ഏരിയ ആണ്, വോയിഡ് M1 എന്ന് പറയുന്നത്. ഇൻസ്റ്റൻസ് ഏരിയയിലേക്ക് വിളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ്ലി നമുക്ക് SOP കൊടുത്തിട്ട് M1 ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സ്റ്റാറ്റിക് ഏരിയയിലേക്കാണ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് T1 ഇസിക്കൽ ന്യൂ ടെസ്റ്റ് T1.x എന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അത് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് സ്റ്റാറ്റിക് വേരിയബിൾ. ഓക്കെ, സ്റ്റാറ്റിക് വേരിയബിൾസ് ആർ ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ക്ലാസ് ബട്ട് വിത്ത് എ സ്റ്റാറ്റിക് മോഡിഫയർ. അപ്പം ഇത് നമ്മൾ ഒരു ഇൻസ്റ്റൻസ് മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ഒരു സ്റ്റാറ്റിക് എന്ന് എഴുതുവാണ്. they are inside the class but with a static modifier. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം ഇതാണ് നമ്മുടെ ടെസ്റ്റ് ക്ലാസ്. ഇവിടെ നമ്മളൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തത് നമ്മൾ സ്റ്റാറ്റിക് എന്ന് ഇവിടെ കൂടി എഴുതുവാണെങ്കിൽ അത് സ്റ്റാറ്റിക് വേരിയബിൾ ആയി. ഓക്കെ, ദ സെയിം ആസ് ഇൻസ്റ്റൻസ് വേരിയബിൾ ബട്ട് വിത്ത് എ സ്റ്റാറ്റിക് മോഡിഫയർ. ഈവൻ സ്റ്റാറ്റിക് വേരിയബിൾസും എല്ലാ മെത്തേഡ്സിനും ആക്സസ് ചെയ്യാൻ പറ്റും. മെത്തേഡ്സും ഇൻസ്ട്രക്ടറും ത്രൂ ഔട്ട് ദ ക്ലാസ് ദേ ആർ ആക്സസിബിൾ. ഇനി സ്കോപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ക്ലാസ്. ഓക്കെ,
ഇതിൽ നമുക്ക് സ്കോപ്പ് സെയിം ആസ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ സ്കോപ്പ് സെയിം ആസ് സെറ്റ് ഓഫ് ക്ലാസ്. അതായത് സ്റ്റാറ്റിക് വേരിയബിൾസ് ആർ ക്രിയേറ്റഡ് when the class is loaded into the memory and they destroyed when the class is unloaded. ഓക്കെ, അതാണ് ഇതിൻ്റെ രണ്ട് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ only single copy of the variable will be created at class level and the same will be shared across all object of the class. അതായത് ഒറ്റ കോപ്പി അത് ക്ലാസ്, ഒരു ക്ലാസ്സിന് ഒറ്റ കോപ്പി മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ സ്റ്റാറ്റിക് വേരിയബിൾസ്. ഓക്കെ, സ്റ്റാറ്റിക് വേരിയബിൾസ് നമുക്ക് ഡയറക്റ്റ്ലി കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് നെയിം വെച്ചിട്ടും കോൾ ചെയ്യാം, റെഫറൻസ് വേരിയബിൾ വെച്ചിട്ടും കോൾ ചെയ്യാം. അത് നമുക്ക് അതിൻ്റെ എക്സാമ്പിളിൽ നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. നമുക്ക് ലോക്കൽ വേരിയബിളിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇതാണ് ലോക്കൽ വേരിയബിളിൻ്റെ എക്സാമ്പിൾ. അതായത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അതിൻ്റെ അകത്ത് അതൊരു മെത്തേഡാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അത് ആക്സസ് ചെയ്യുന്നത് എയും ബിയും. അപ്പോൾ മെത്തേഡിൻ്റെ അകത്താണ് നമ്മളത് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളത് റൺ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടാണ് അവിടെ ഡിസ്പ്ലേ ആവുന്നത്. സപ്പോസ് ഈ മെത്തേഡിൻ്റെ പുറത്താണ് ഞാൻ ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എറർ കാണിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കോപ്പ് ഓഫ് ദ ലോക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ തന്നെ നമുക്ക് കമ്പൈൽ ടൈം എററാണ് കാണിക്കുന്നത്. ഓക്കെ, സോറി, നമുക്ക് വേറൊരു എക്സാമ്പിൾ കാണിച്ചു നോക്കാം. അപ്പോൾ ലോക്കൽ വേരിയബിളിന് വേറൊരു എക്സാമ്പിളാണിത്. നമ്മൾ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇൻറ്റ് ജെ ഇസ് ഇക്വൽ ടു 0, ജെ ലെസ് ദാൻ ഇത്, സോ ആൻഡ് സോ. ഐ ഇസ് ഇക്വൽ ടു ഐ പ്ലസ് ജെ. ഇതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം. ഓക്കെ, നമ്മൾ ഐ ഡിക്ലെയർ ചെയ്തത് ഈ ലൂപ്പിൻ്റെ അകത്താണ്. ജെയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ സോറി, ഐ ഡിക്ലെയർ ചെയ്തത് ലൂപ്പിൻ്റെ പുറത്താണ്, ജെ ഡിക്ലെയർ ചെയ്തത് ലൂപ്പിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ ഐയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ഫങ്ഷൻ, അതായത് ഫുൾ മെത്തേഡിന് ഐ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ജെ എന്ന് പറയുന്നത് ജെയും ലോക്കൽ വേരിയബിൾ ആണ്, അതിന് ഈ ലൂപ്പിൻ്റെ അകത്ത് മാത്രമേ അതിനെ ഉള്ളൂ. അപ്പം അത് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഇതാണ് വരുന്നത്, ജെ കനോട്ട് ബി റിസോൾവ് ടു എ വേരിയബിൾ. കാരണം ജെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം ജെയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിനകത്താണ്. അപ്പോൾ ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്കോപ്പ് ഇസ് വിത്തിൻ ദ ബ്ലോക്ക് വേർ ഇറ്റ് ഇസ് ഡിക്ലെയർഡ്. ഓക്കെ, അതാണ് അതിൻ്റെ സ്കോപ്പ്. നമുക്ക് അടുത്തത് ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ ഒരു എക്സാമ്പിൾ റൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ എക്സാമ്പിൾ. ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റ് എ ഇൻറ്റ് ബി ദർ ഡിക്ലെയർഡ് ഔട്ട്സൈഡ് മെത്തേഡ് ബ്ലോക്ക് ഓർ കൺസ്ട്രക്ടർ. ദർ ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ക്ലാസ്, അല്ലേ, ഇൻസൈഡ് ദ ക്ലാസ് എന്നാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻസ് മെത്തേഡാണ്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് മെത്തേഡാണ്. സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ മുന്നേ സ്റ്റാറ്റിക് എന്നുള്ളൊരു മോഡിഫയർ ഉണ്ടാവും. അപ്പോൾ ഇത് സ്റ്റാറ്റിക് മെത്തേഡാണ്, ഇൻസ്റ്റൻസ് മെത്തേഡാണ്. അപ്പോൾ ഇൻസ്റ്റൻസ് വേരിയബിൾസിന് ഇൻസ്റ്റൻസ് മെത്തേഡിൽ നമ്മൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കോൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിളിന് സ്റ്റാറ്റിക് ഏരിയയിലേക്കാണ് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ടെസ്റ്റ് ടി ഈസിക്വൽ ടു ന്യൂ ടെസ്റ്റ് എന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ടേ ഉള്ളൂ ഈ ഒബ്ജക്റ്റ് ത്രൂ മാത്രമേ നമുക്ക് ഇൻസ്റ്റൻസ് വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, ടി ഡോട്ട് ആഡ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ, ഇതാണ് ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ എക്സാമ്പിൾ. ഇനി സപ്പോസ് നമ്മളിനി അങ്ങനെയല്ലാതെ നമ്മൾ ആക്സസ് ചെയ്ത് നോക്കിയാൽ എന്ത് ഇഷ്യൂ ആണ് ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ്, ഇതൊരു സ്റ്റാറ്റിക് മെത്തേഡാണ് മെയിൻ. ഈ സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ അകത്ത് ഞാൻ ഡയറക്റ്റ്ലി ഇൻസ്റ്റൻസ് വേരിയബിളിനെ കോൾ ചെയ്യാണ്. അങ്ങനെ കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എറർ കിട്ടും. അതായത് കനോട്ട് മേക്ക് എ സ്റ്റാറ്റിക് റെഫറൻസ് ടു എ നോൺ സ്റ്റാറ്റിക് ഫീൽഡ്. അതാണ് കമ്പൈലേഷൻ എറർ വരിക. നമ്മളൊരു ഇൻസ്റ്റൻസ് വേരിയബിളിനെ സ്റ്റാറ്റിക് മെത്തേഡിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഈ ഒരു എററാണ് നമുക്ക് കിട്ടുക. കനോട്ട് മേക്ക് എ സ്റ്റാറ്റിക് റെഫറൻസ് ടു നോൺ സ്റ്റാറ്റിക് ഫീൽഡ്. ഇനി സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്റ്റാറ്റിക് വേരിയബിൾസിന് മൂന്ന് രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലാസ് നെയിം വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെഫറൻസ് വേരിയബിൾ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ സ്റ്റാറ്റിക് വേരിയബിൾ. സ്റ്റാറ്റിക് വേരിയബിൾസും മെത്തേഡിന് പുറത്താണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇൻസൈഡ് ദ ക്ലാസ് ബട്ട് ഔട്ട്സൈഡ് ദ മെത്തേഡ് ബ്ലോക്ക് ഓർ കൺസ്ട്രക്ടർ വിത്ത് എ സ്റ്റാറ്റിക് മോഡിഫയർ. ഓക്കെ, ഇനി നമ്മൾ ഈ സ്റ്റാറ്റിക് വേരിയബിൾസിനെ നമ്മൾ ഡയറക്റ്റ്ലി വിളിക്കുവാണ്. ഈ സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ അകത്താണ്, ഇവൻ ഇൻസ്റ്റൻസ് മെത്തേഡിൻ്റെ അകത്താണെങ്കിൽ പോലും നമുക്ക് സ്റ്റാറ്റിക് വേരിയബിൾസിനെ ഡയറക്റ്റ്ലി നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ്ലി വിളിച്ചാലും പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് മെത്തേഡ്, അതായത് ക്ലാസ് നെയിം വെച്ചിട്ട് വിളിക്കുക. കാരണം സ്റ്റാറ്റിക് വേരിയബിൾസ് ബിലോങ് ടു ദ ക്ലാസ് എന്നാണ് പറയുക. ഇൻസ്റ്റൻസ് വേരിയബിൾ ബിലോങ് ടു ദ ഒബ്ജക്ട് ആൻഡ് ലോക്കൽ വേരിയബിൾസ് ഡിക്ലെയർഡ് inside the block. Local variables belong to the method. Okay, so static variables belong to the class. അതുകൊണ്ട് ടെസ്റ്റ് ഡോട്ട് എ ക്ലാസ് നെയിം ഡോട്ട് വേരിയബിൾ നെയിം വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യാം, എന്നാലും കിട്ടും. ഓക്കെ, ഇനി തേർഡ് വേ ആണെങ്കിൽ നമുക്ക് ഇവൻ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് വേണം ക്രിയേറ്റ് ചെയ്യാം. ടെസ്റ്റ് ടി ഇസ് ഈക്വൽ ടു ന്യൂ ടെസ്റ്റ്. ഇനി ടി ഡോട്ട് എ എന്ന് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ദ ബെസ്റ്റ് വേ ടു കോൾ, അതായത് റെക്കമെൻഡഡ് മെത്തേഡ് ടു കോൾ എന്ന് പറയുന്നത് ക്ലാസ് നെയിം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾസിനെ കോൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാറ്റിക് വേരിയബിൾസിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് നമ്മൾ ഇതുവരെ ലോക്കൽ വേരിയബിൾസും ഇൻസ്റ്റൻസ് വേരിയബിൾസും സ്റ്റാറ്റിക് വേരിയബിൾസിൻ്റെ ഡിഫറൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഡിഫറൻസ്, ഇപ്പോൾ ലോക്കൽ വേരിയബിൾ ഡസ് നോട്ട് റിക്വയർ എനി സ്പെഷ്യൽ കീവേഡ്. ഓക്കെ, ഈവൻ ഇൻസ്റ്റൻസ് വേരിയബിൾ ഓൾസോ ഡസൻ റിക്വയർ എനി സ്പെഷ്യൽ കീവേഡ്, ബട്ട് സ്റ്റാറ്റിക് വേരിയബിൾ റിക്വയർ ദ സ്റ്റാറ്റിക് കീവേഡ് ടു ബി സ്പെസിഫൈഡ്. ഓക്കെ, ഇനി നമുക്ക് ആക്സസ് മോഡിഫയറിനെ കുറിച്ച് നമുക്കിപ്പോൾ ഇൻ്റെ എക്സസ് ഇക്വൽ ടു 10. ഓക്കെ, ഇനി സപ്പോസ് ഇനി ആക്സസ് മോഡിഫയർ, അതായത് പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് അങ്ങനത്തെ ആക്സസ് മോഡിഫയേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ എടുത്തു നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ആക്സസ് മോഡിഫയേഴ്സ്, അതായത് പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് ആൻഡ് സ്റ്റാറ്റിക്കും ഫൈനലും. ഇതെല്ലാം ഒരു ലോക്കൽ വേരിയബിൾസ് ആണ്. ഇൻ്റെ ബി സി ഡി എന്ന് പറയുന്ന ലോക്കൽ വേരിയബിൾസ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ആക്സസ് മോഡിഫയേഴ്സ് എല്ലാം സ്പെസിഫൈ ചെയ്യാണ്. അപ്പോൾ അത് പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ആക്സസ് മോഡിഫയേഴ്സ് ഒന്നും പറ്റില്ല. ബട്ട് നിങ്ങൾ കണ്ടോ, ഡി വരെ നമുക്ക് എറർ ഉള്ളൂ. ഓക്കെ, ഇ ഓക്കെ ആണ്. ഡി എ ബി സി ഡി ഇയുടെ അവിടെയാണ് എറർ, ഡി വരെയാണ് എറർ ഉള്ളത്. ഫൈനൽ ഇൻറ്റ് ഇ ഈസ് ഇക്വൽ ടു 50, അത് നോ എറർ. ഓക്കെ, അപ്പോൾ ഫൈനൽ ഈസ് ദ ഓൺലി ആക്സസ് മോഡിഫയർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് എ ലോക്കൽ വേരിയബിൾ. So only access modifier applicable to the local modifier is final. If we provide any other access modifier, we will get a compile time error. Okay. What about instance variable? Any access modifier can be specified. Okay, private, protected, public, anything can be specified. But typically, it's a good practice to use private or protected. Okay. Even with the static variables, any access modifier can be specified, private, protected, or public, but public is recommended to use. Okay, for with static variables. What about initialization? ഇനിയിപ്പം ലോക്കൽ വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യണം, നിർബന്ധമാണ്. ഓക്കെ, ബിഫോർ ഇറ്റ് ഇസ് യൂസ്ഡ് ഇറ്റ്സ് വെരി നെസസറി ടു ഇനീഷ്യലൈസ് ദ ലോക്കൽ വേരിയബിൾ. ഓക്കെ, ഇത് സ്റ്റാറ്റിക് വേരിയബിൾസും ഇൻസ്റ്റൻസ് വേരിയബിളും ഇനീഷ്യലൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം ജെ വി എം തന്നെ ഡിഫോൾട്ട് വാല്യൂ അതിന് കൊടുത്തോളും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇനീഷ്യലൈസേഷൻ്റെ എക്സാമ്പിൾ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റ് എ ഇസ് ഇക്വൽ ടു 10 ഇത് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് ബി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ രണ്ടും എസ് ഒ പി ചെയ്യാണ്. ഇത് ലോക്കൽ വേരിയബിൾ ആണ്, കാരണം മെത്തഡിൻ്റെ അകത്താണ് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മളിത് റണ്ണ് ചെയ്യുമ്പം എറർ വരുന്നത് എന്താണ്? ദ ലോക്കൽ വേരിയബിൾ ബി മൈ നോട്ട് ബി ഇനീഷ്യലൈസ്ഡ്. അതാണ് നമ്മുടെ കമ്പൈൽ ടൈം എറർ. ഓക്കെ, സോ ഇറ്റ്സ് വെരി നെസസറി ടു ഇനീഷ്യലൈസ് ലോക്കൽ വേരിയബിൾസ്. ഇനി വാട്ട് അബൌട്ട് ഇൻസ്റ്റൻസ് വേരിയബിൾ? അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം.
അപ്പോൾ എയും ബിയും ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ്, ക്ലാസ്സിൻ്റെ അകത്ത് മെത്തേഡിൻ്റെ പുറത്താണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ടി ഈസ് ഇക്വൽ ടു ന്യൂ ടെസ്റ്റ് ടി ഡോട്ട് എ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ടി ഡോട്ട് ബി ആണ്. ടി ഡോട്ട് ബിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ബി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല, ബട്ട് അത് ഇൻസ്റ്റൻസ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ എന്താ ജെ വി എം അതിന് ഡിഫോൾട്ട് വാല്യൂ, അതായത് ഇൻറ്റിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഫ്ലോട്ട് ആണെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 0.0 ആണ്. ബൂളിയൻ ആണെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ഫോൾസ് ആണ്. അപ്പോൾ ജെ വി എം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫോൾട്ട് വാല്യൂസ് ഉണ്ട്. ഇപ്പം ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ നള്ളാണ്. ഓക്കെ, ആ ഡിഫോൾട്ട് വാല്യൂ നമ്മൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പൈലേഷൻ എറേഴ്സ് ഉണ്ടാവില്ല. സെയിം ഇസ് എ കേസ് വിത്ത് എന്താ സ്റ്റാറ്റിക് വേരിയബിൾസ്. അതിൻ്റെയും കൂടെ ഒരു എക്സാമ്പിൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുവാണ്, സ്റ്റാറ്റിക് ആണ്, ഡബിൾ ഇ, സ്റ്റാറ്റിക് ബൂളിയൻ ബി. ഓക്കെ, ഇത് സ്റ്റാറ്റിക് വേരിയബിൾസ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിഫോൾട്ട് വാല്യൂ, ഇത് രണ്ടും നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ 0.0 ഫോൾസ് എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് മെമ്മറീനെ കുറിച്ച് പറയാം. ലോക്കൽ വേരിയബിൾസ് ആർ സ്റ്റോർഡ് ഇൻ സ്റ്റാക്ക് മെമ്മറി. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോക്കൽ വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റാക്ക് വേരിയബിൾസ് അല്ലെങ്കിൽ ടെമ്പററി വേരിയബിൾസ് എന്നൊക്കെ ലോക്കൽ വേരിയബിൾസിനെ വിളിക്കാം. ഇൻസ്റ്റൻസ് വേരിയബിൾസ് അവർ ഇൻസ്റ്റൻസ് വേരിയബിൾസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഹീപ്പ് മെമ്മറിയിലാണ്, ഹീപ്പിലാണ് സ്റ്റോർ ചെയ്യുന്നത് ജെ വി എം. ഓക്കെ, ഇൻസ്റ്റൻസ് വേരിയബിൾസിന് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റ് ലെവൽ വേരിയബിൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആട്രിബ്യൂട്ട്സ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, സ്റ്റാക്ക് വേരിയബിൾസ്, അപ്പോൾ ദേ ആർ സ്റ്റോർഡ് ഇൻ മെത്തേഡ് ഏരിയ. ഓക്കെ, even though local variables are scope is method, but stack variables are stored in method area. Okay, just remember that they are stored in method area. They're also called as class level attributes or class level fields എന്നൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾസിനെ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം അറേ ലെവൽ ആയിട്ടുള്ള ലോക്കൽ വേരിയബിൾ, ഇൻസ്റ്റൻസ് വേരിയബിൾ, സ്റ്റാറ്റിക് വേരിയബിൾസിന് ഒരു എക്സാമ്പിളാണ് നമ്മൾ എടുത്ത് നോക്കുന്നത്. അറേയുടെ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ബേസിക് ജസ്റ്റ് ഞാൻ ഇവിടെ പറയുവാണ്. അറേയിൽ 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നതാണ് അറേ ഡിക്ലറേഷൻ, അറേ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് ദ അറേ, അതായത് ഇൻറ്റ് എക്സ്, ഇതാണ് ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമാണ്. ഇനി അടുത്തതാണ് ഇൻസ്റ്റാൻസിയേഷൻ ഓഫ് എൻ അറേ. 3 steps in array creation. ഓക്കെ, ഇൻസ്റ്റൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സിനെ നമ്മൾ മെമ്മറിയിൽ എത്ര മെമ്മറി വേണം, ന്യൂ ഇൻറ്റ് ഓഫ് 3 ആണ് വേണ്ടത്. അതാണ് ഇൻസ്റ്റൻസിയേഷൻ എന്ന് പറയുന്നത്. തേർഡ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ, അറേ ഇനീഷ്യലൈസേഷൻ. ദീസ് ആർ ദ 3 steps in array creation. ഓക്കെ, അതായത് എക്സ് ഓഫ് 0യുടെ വാല്യൂ എന്താണ്, എക്സ് ഓഫ് 0 ഇസ് ഇക്വൽ ടു 1, എക്സ് ഓഫ് 1 ഇസ് ഇക്വൽ ടു 2, എക്സ് ഓഫ് 3 ഇസ് ഇക്വൽ ടു 100. ഇതാണ് ഇനീഷ്യലൈസേഷൻ ഓഫ് ദ അറേ. ഈ ഒരു ബേസിക് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ഈ ഒരു കോൺസെപ്റ്റിൽ. ഓക്കെ, ഇനി നമുക്ക് ലോക്കൽ വേരിയബിൾസ്, ഇൻസ്റ്റൻസ് വേരിയബിൾ ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾ ഇൻ അറേ നമുക്ക് നോക്കാം. ലോക്കൽ വേരിയബിളിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുത്തു നോക്കാം. ഇത് നമ്മുടെ ലോക്കൽ മെത്തേഡിനകത്തുള്ള വേരിയബിളാണ്. ഓക്കെ, അറേ വേരിയബിളാണ് ഇൻറ്റ് എക്സ്. അതിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അതിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ നോക്കുന്നു, അതിൻ്റെ അകത്തുള്ള വാല്യൂനെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ നോക്കുന്നു. അപ്പം ഇത് ലോക്കൽ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെ ഇനീഷ്യലൈസ് ചെയ്യണമെന്ന് വളരെ നിർബന്ധമാണ്. ഓക്കെ, നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്, ദ ലോക്കൽ വേരിയബിൾ എക്സ് മെ നോട്ട് ബി ഇനീഷ്യലൈസ്ഡ്. അപ്പോൾ എക്സിനെ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ എറർ വരുന്നത്. എക്സിനെ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എക്സിൻ്റെ അകത്തുള്ള വാല്യൂ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദിസ് ഇസ് ദ എറർ ഇൻ അറേ. ഇനി നെക്സ്റ്റ് ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം.
എക്സ് ഇവിടെ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ്, അതിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? സ്റ്റാറ്റിക് മെത്തേഡാണ്. സ്റ്റാറ്റിക് മെത്തേഡിൽ നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടി ഡോട്ട് എക്സ് എന്താണ്, ടി ഡോട്ട് എക്സ് ഓഫ് സീറോ എന്താണ് നമുക്ക് നോക്കാം. അപ്പം ഇൻസ്റ്റൻസ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ നേരത്തെ പഠിച്ച പോലെ അതിനെ JVM അതിനെ ഇനീഷ്യലൈസ് ഡിഫോൾട്ട് വാല്യൂ കൊടുക്കും. അതായത് ഇതൊരു ഒബ്ജക്റ്റാണ്, ഒബ്ജക്റ്റിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്താണ്? നള്ളാണ്. ഓക്കെ, അപ്പോൾ ടി ഡോട്ട് എക്സ് എന്ന് പറയുന്നത് നള്ളാണ് റിട്ടേൺ ചെയ്യാം. ഈ ടി ഡോട്ട് എക്സ് ഓഫ് സീറോ, നള്ളിൻ്റെ എക്സ് ഓഫ് സീറോ ഉണ്ടാവുമോ? നള്ളിൻ്റെ സീറോത്ത് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല, അതുകൊണ്ട് അത് എറർ കാണിക്കും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത് നള്ളാണ്. നള്ളിന് സീറോത്ത് എലമെൻ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് നൾ പോയിൻ്റർ എക്സെപ്ഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ടി ഡോട്ട് എക്സ് ഇസ് നൾ, അതുകൊണ്ട് ടി ഡോട്ട് എക്സ് ഓഫ് സീറോ ഡസൻറ്റ് എക്സിസ്റ്റ്, റൈറ്റ്? അതാണ് ഇവിടെ. സെയിം ഇസ് ദ കേസ് വിത്ത് സ്റ്റാറ്റിക് വേരിയബിൾ ഓൾസോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചാൽ മതി. സ്റ്റാറ്റിക് വേരിയബിൾസ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഇത്. അതല്ലെങ്കിൽ ഇവർ പറയുന്നുണ്ട് സ്റ്റാറ്റിക് ഫീൽഡ് ടി ഡോട്ട് എക്സ് ഷുഡ് ബി യൂസ്ഡ്, ടെസ്റ്റ് ഡോട്ട് എക്സ് ഷുഡ് ബി യൂസ്ഡ്, ഈവൻ വി ക്യാൻ യൂസ് ദിസ്, ബട്ട് റെക്കമെൻഡഡ് to use t dot x or t dot x of 0. Okay, but even this is also valid. Let's run this one. So same is there. Okay, null. But here I cannot load int array because t dot x is null. That's error. ഇനി ഇതാണെങ്കിലോ, നമ്മൾ അതിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോക്കൽ വേരിയബിളിൻ്റെ കേസാണ്. ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇത് ഇനിയിപ്പം ഇവിടുത്തെ കേസസ് ഒന്നും ആപ്ലിക്കബിൾ അല്ല. നമ്മൾ ഇൻഡ് എക്സ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ് 3 നമ്മൾ എഴുതുവാണെങ്കിൽ ലോക്കൽ വേരിയബിൾ ആണെങ്കിലും ഇൻസ്റ്റൻസ് വേരിയബിൾ ആണോ സ്റ്റാറ്റിക്, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് വേരിയബിൾ ഇറ്റ് ഈസ്, ഈ ഒരു സംഭവം നമ്മൾ ഇൻഡ് എക്സ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ് 3 എന്ന് എഴുതി കഴിഞ്ഞാൽ JVM ഡിഫോൾട്ട് വാല്യൂ കൊടുക്കും. ഡിഫോൾട്ട് വാല്യൂ ഓഫ് ഇൻഡ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. JVM അതിനെ ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ 2 സ്റ്റെപ്പാണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളത്. അതായത് ഡിക്ലറേഷനും ഇൻസ്റ്റാൻസിയേഷനും നമ്മൾ ചെയ്യണം അറേയുടെ കേസിൽ. ഇനിയിപ്പോൾ നമ്മൾ അറേയുടെ കേസിൽ ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ JVM അതിന് ഡിഫോൾട്ട് വാല്യൂ ഓഫ് 0 എന്നുള്ളത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ, അതായത് ഇപ്പം ഇങ്ങനെ നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എറർ കിട്ടാൻ സാധ്യതയില്ല. നിങ്ങൾക്കത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. Array is declared but not initialized. If x is an instance of static variable, default value of null is given by the JVM. But if x is a local variable, no default value is given by the JVM. So it's mandatory to initialize if it's a local variable. Okay. Here, array is declared and created or means instantiated. So once an array is created, all the elements are initialized with default values, irrespective of whether it is local variable, instance variable, or static variable. So that was it with the variables concept. Hope this video was useful to you. Ishtapettittundenkil like, share and subscribe to my channel. Thank you.